പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? മക്കളെ രണ്ടാളെയും കണ്ടില്ല. എവിടെ? അകത്തുണ്ടോ? അവര് പുറത്തേക്ക് പോയിരിക്കുക. ദൂരേക്കൊന്നും അല്ലല്ലോ, ഉടനെ എത്തിയായിരിക്കും ഇല്ലേ? എന്നാ ഇരിക്കാം. എന്താ തന്നെ? ഓ ഇരിക്കാം. അവര് വരാൻ കുറച്ച് താമസിക്കും. ഹൈ, അത് പ്രശ്നമാവൂലോ. ഇപ്പൊ എന്താ ചെയ്യാൻ എന്നെ? എന്താ ചെയ്യാ? ഹൈ, കണ്ടിട്ട് തന്നെ പോവാ. എന്താ പണി എങ്ങനെയാ? തുടങ്ങിയല്ലോ അല്ലേ? ഇല്ല, പണി തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഹൈ, അന്ന് തൃശ്ശൂർ വെച്ച് എന്നെ കണ്ടപ്പോ ഉടനെ തുടങ്ങാനാണല്ലോ പറഞ്ഞ ഗോപാലൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ജേഡി വടക്കെടുത്ത് വാക്ക് പറഞ്ഞ വാക്കാ. പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ലക്ഷാർത്ഥനയ്ക്ക് മുമ്പ് സാധനം തരാന്ന വാക്ക്. മാസം 1 കഴിഞ്ഞു. പറഞ്ഞ സമയത്ത് സാധനം തന്നില്ലെങ്കിലുണ്ടല്ലോ. അല്ല, എന്താ പേര് പറഞ്ഞ്? കുഞ്ഞിപ്പെണ്ണ്. ആ, കുഞ്ഞിപ്പെണ്ണെ, സംഗതി പ്രശ്നമാവും. നല്ല അസൽ ഇടിയാനിടിപ്പിക്കും പോലീസിനെ കൊണ്ട്. മനസ്സിലാവുണ്ടോ കുഞ്ഞിപ്പെണ്ണിന്? ഓ ഇല്ല അല്ലേ? ആ, ആരാത്? എന്റെ നാത്തൂനാ. പോരെ മെന്നെ. എന്ത് പറഞ്ഞത് പോരേന്ന്. ധാരാളം. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. പിന്നെ വരാം. അകത്ത് സംഭാരം എടുക്കണ്ടോ ആവോ? ഇല്ല അല്ലേ? വേണ്ട, വരിക മെന്നെ. ആ, നാത്തൂനെ ഓടി വായോ. നാത്തൂനെ, അയ്യോ എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? അയ്യോ എന്ത് പറ്റി? പിടിക്കാറങ്ങി വീണതാ. എന്റെ ഈശ്വര, ഞാനിനി എന്തൊക്കെ കാണണം? അയ്യോ മോളെ, മോളെ എന്ത് പറ്റി? പതുക്കെ പതുക്കെ. മോളെ, ഇത്തിരി പൊടിയൊരു കഞ്ഞൂടെ കുടിക്കേ. എന്താ ദൈവം കിടക്കണ്ടേ? ഇനിയിപ്പോ വേണ്ട നാത്തൂനെ, കുറച്ചുള്ളിൽ ചെന്നല്ലോ. നിർബന്ധിച്ച് കുടിപ്പിച്ചാ ഇനിയും ഛർദിക്കും. എങ്കി വേണ്ട. മോള് സമാധാനായിട്ട് കിടക്ക്. ഇതറിയുമ്പോ അവന്റെ മനസ്സ് മാറും. അമ്മയ്ക്ക് ഉറപ്പാ. കുഞ്ഞമാവൻ വിട്. എന്നെ പിടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നല്ല ബോധമുണ്ട്. അയ്യോ, മോളെ എണീക്കണ്ട, അവിടെ കിടക്ക്. അവൻ വരും. അവൻ ഇവിടേക്ക് വരും. മോനെ ഗോപാല, എനിക്ക് എനിക്ക് എടാ അകത്ത് പോയി കിടക്കാൻ. ഇതിനാ ഗോപാലൻ പുറത്ത് കിടന്നോളാം. ഗോപാലിന് പുറത്താ സ്ഥാനം. അവനെ കിടന്നിക്കോട്ടകത്ത്. നീ ഒന്നും മിണ്ടാതിരടാ. കണ്ണീ കണ്ടിടത്തും ചാരാഷാപ്പിലിരുന്ന് വിളമ്പി നാട് മുഴുവൻ പാട്ടായെന്നും പറഞ്ഞു ഉണ്ണി അവിടെ ഇരുന്ന് കരയുക. അവനെ സമാധാനിപ്പിച്ച് ഇവിടെ വരുമ്പോ ദാ പറഞ്ഞു ചേട്ടൻ 4 കാലില്ലേ. ഈ വിത്തങ്ങൾ ഞാൻ നശിക്കുള്ളൂ. തങ്കമണിക്ക് എന്താ തല കറങ്ങിന്ന് പറഞ്ഞ കേട്ടു. വിശേഷം ഉണ്ടാവുക. എന്ത് വിശേഷം? വയറ്റിലുണ്ട്. അതിന്റെ ആയിരുന്നു തലകറക്കോ ഛർദി. ഓ ആ എടാ മരങ്ങോടാ, നീ കേട്ടോടാ. എന്താ? തങ്കമണിക്ക് വയറ്റിലുണ്ടെന്ന്. ഈ തന്തയാവാൻ പോണെന്ന്. തന്ത ആരാന്ന് ആർക്കറിയാം? രണ്ടിത്തരം പറഞ്ഞടാ കൂർത്തം കേട്ടോനെ. എനിക്കൊരു പൊട്ടബുദ്ധി തോന്നിയെന്നുള്ളത് ശരിയാ. അവളത് അറിഞ്ഞിട്ട് പോലും ഇല്ല. സ്വന്തം ചോരയിൽ ഒരുത്തനെ തള്ളി പറയരുതടാ. സ്വന്തം ചോരയെ കുരുത്തത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ടടാ, എനിക്ക് ഉറപ്പുണ്ട്. എന്നാ എനിക്ക് ഉറപ്പില്ല, ഒട്ടും ഉറപ്പില്ല. നമ്മുടെ കണക്കുകൂട്ടിലൊക്കെ തെറ്റിയിലോടി കുഞ്ഞിപ്പെണ്ണെ. തെറ്റിന്ന് മാത്രല്ല, എന്റെ കുടുംബം കുട്ടിച്ചോറായില്ലേ അമ്മേ. ഉണ്ണി ഇപ്പൊ ഇങ്ങോട്ട് കയറാറില്ല. വല്യമ്മാമ്മയുടെ അവിടെയാ കിടപ്പ്. ഗോപാലം പാതിരാത്രി ആവുമ്പോ വരും. 4 കാലം മേല് ഈ ഉമ്മറത്ത് കിടക്കും. ആലയില് തീ പൊട്ടിട്ട് ദിവസം എത്ര എന്നറിയോ അമ്മയ്ക്ക്? നശിച്ചു. എന്റെ കുടുംബം നശിച്ച നാറാണക്കല്ലായി. ഇവൻ എത്ര മൊരട്ടുപോത്താണെന്ന് ഞാൻ അറിഞ്ഞോ? ഛേ, നാണക്കേട്. എത്ര പൊന്നു പോലത്തെ മോളാവള്. നല്ലോണാണെങ്കി എത്ര സുഖമായിട്ട് കഴിയാവുള്ള കൂടെ. എന്റെ അമ്മേ, ഇനി ഈ വർത്താനം ഇവിടെ പറയരുത്. ഇനി നമ്മുടെ കൊല്ലത്തിൽ ഇത് വേണ്ടേ? അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. സാരടി, നീ വിഷമിക്കാതിരിക്കും. ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. ഉണ്ണിക്കുട്ടനെയും കൂടി ഒരു പെണ്ണ് കെട്ടിച്ച കഴിഞ്ഞില്ലേ കാര്യം?
ഇപ്പൊ അതുകൊണ്ടും തീരുന്നില്ല എന്റെ അമ്മേ. ഉണ്ണിയോട് ഞാൻ അതും പറഞ്ഞു നോക്കി. എന്നെ തല്ലിയില്ലാന്നേ ഉള്ളൂ. വെട്ടാൻ നിൽക്കുന്ന പോത്തിനെ പോലെ ഏത് നേരം. ഞാൻ മിണ്ടണത് ഇഷ്ടമല്ല രണ്ടാൾക്കും. മൂത്തവനാണെങ്കിൽ നിങ്ങളെന്നല്ലാതെ എന്നെ അമ്മേന്ന് വിളിച്ചിട്ട് നാളെ എന്നറിയാം അമ്മയ്ക്ക്. ഇനിയിപ്പൊ എന്ത് ചെയ്യൂടി? എനിക്കറിയാൻ മേല എന്റെ അമ്മ. ചിലപ്പോ വിചാരിക്കും ഈ പുഴ ചാടി അങ്ങ് ചത്താലെന്താന്ന്. ഇനി എന്നെ ദണ്ഡിപ്പിച്ച അതെന്നെ ഉണ്ടാവാൻ പോണേ. കുഞ്ഞിപ്പെണ്ണെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പൊ അങ്ങോട്ട് പോവാ എന്റെ വീട്ടിലേക്ക്. വന്നു കയറിയിട്ടൊരു കാപ്പിവെള്ളം പോലും കുടിക്കാണ്ട്. വേണ്ട. പിള്ളേർക്ക് എന്നെ കണ്ടാലേ പിന്നെയും കലി കൂടും. പിന്നെ എനിക്ക് അമ്മുകുട്ടിയുടെ അവിടെ ഒന്ന് കയറണം. കാപ്പിവെള്ളം ഞാൻ പോണ വഴിക്ക് കഴിച്ചോളാം. ഇതൊക്കെ ശരിയാവൂടി. എന്നിട്ട് ഞാൻ വരാം. ഓ. അച്ഛമ്മ പോയി. കുളിച്ചോ? നന്നായി. കുളിക്കാതെയും കഞ്ഞി കുടിക്കാതെയും കരഞ്ഞോണ്ടിരിക്കേണ്ട സമയല്ലിത്. എന്റെ മോള് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി നല്ലോണം പ്രാർത്ഥിക്കും. ഒക്കെ നേരെയാവും. അമ്മേ, എന്റെ പെട്ടി ഒന്ന് നോക്കണം. ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ടോന്ന്. നാളെ കള്ളിന്നും പറയരുതല്ലോ. പെട്ടിയോ? എന്തിന്? എനിക്ക് പോണം എന്റെ വീട്ടിലേക്ക്. എന്റെ പൊന്നുമോൾ എന്തായി പറയണത്? എന്റെ വയറ്റില് കുരുത്തേക്കണത് തന്തയില്ലാത്ത കൊച്ച. അതിനും ചുമന്ന് കണ്ട വീട്ടില് കഴിയുന്നതിൽ നല്ലത് എന്റെ വീട്. കണ്ട വീടോ? ഇത് നിന്റെ വീടല്ലേ? ആയിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ സംശയവും പിണക്കവും ഒക്കെ പതിവാ. ഞാൻ സഹിക്കും. ഇത് സ്വന്തം കൊച്ചിനെ തള്ളി പറഞ്ഞില്ലേ. ഇനി എന്റെ വീടല്ല ഇത്. ഗോപാലേട്ടൻ എനിക്ക് ആരുമല്ല. അവനോടൊരു വാക്ക് പറയാതെ ഇന്നെനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ അമ്മയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അമ്മ വന്നാൽ ഞാൻ ആ നിമിഷം പോവും. അപ്പൊ ചിലപ്പോ യാത്ര പറയാനും മറ്റും പറ്റിയെന്ന് വരില്ല. ഉണ്ടാകാൻ ചത്തുപോയോ? ആ, ആരൊക്കെയുള്ള വാതെങ്കിലും അടച്ചൂടെ ഞങ്ങൾക്ക്? ചോറ് അപ്പടി പട്ടി ചെന്നു. അതെങ്ങനെ? അടയ്ക്കേണ്ടതൊക്കെ തുറക്കേണ്ടതൊക്കെ അടയ്ക്കുകയും ചെയ്യുന്നതാണല്ലോ നിങ്ങളുടെ സ്വഭാവം. അനുഭവം എന്തിയെ? ചത്തോ അതോ പോയോ? പോയി. അവള് പോയി. അവിടെ അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നോട് ചോദിക്കണ്ടോ? എന്നാ നിങ്ങളെ നാവിറങ്ങിപ്പോയോ? എന്നോട് ചോദിക്കാൻ എന്തിനാ വിട്ടമേ? അവള് പറഞ്ഞ അതിന്റെ ആവശ്യമില്ലെന്ന്. എന്നാ ഇനി പണി കയറില്ല അവള്. എനിക്കുമില്ല അവളുടെ ആവശ്യം. എല്ലാവർക്കും സമാധാനം അതല്ലോ പിടിച്ചകറ്റിയപ്പോ. സമാധാനം. എല്ലാവർക്കും സന്തോഷമാവട്ടെ. എന്നാലും എന്നോട് ഒരു വാക്ക് പറയാണ്ട് പോട്ടെ. എനിക്കെന്താ അത്രയും സുഖം, സമാധാനം. പോട്ടെ, ഒരു ചുക്കൂല. മോനെ, വല്യമ്മാവൻ പറയുന്ന കേൾക്ക്. നീ പോയി വിളിച്ച അവള് വരും. ഞാൻ പോയി വിളിച്ചിട്ട് അവള് വരില്ല. എന്നാ ഞാനും അമ്മയും കൂടി പോവാം.
വേണ്ടെന്ന് പറഞ്ഞില്ലേ? അറ്റുപോയ കണ്ണിയാ അത്. ഇളക്കി ചേർക്കാൻ പറ്റില്ല. എന്റെ മനസ്സിൽ അവക്ക് സ്ഥാനമില്ല വല്യമ്മ. പോകഞ്ഞ ഉള്ളി പുറത്ത്. ഞാനേ താൻ എന്നെ തന്നയില്ല ഇവിടെ കാണേ. എന്റെ അടുത്ത് സൂക്ഷിച്ചു കണ്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ. താൻ എന്താ ചെയ്യാ? കൊല്ലുവോ അല്ലെങ്കിൽ തിന്നുവോ? കമ്മിറ്റിയുടെ കാശും ഓടും ഉരുപ്പടിയൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ വിറ്റ് നിന്നപ്പോ കള്ളും ചാലയും കുടിച്ചു കൊടുക്കാം അല്ലേ? വെറുതെ ആണോ താനൊക്കെ നന്നാവാത്ത? പിന്നെ കമ്മിറ്റിക്കാർ ഞാൻ എന്ത് സമാനം പറയാ? നിങ്ങളെ കാശ് ഉരുപ്പടി തിരിച്ചേക്കാം. ഇഷ്ടമുള്ളവരെ പണിച്ചോ. എനിക്ക് വയ്യ. അത് മതി. താൻ പണിയണില്ലാന്ന് പറഞ്ഞു കിട്ടിയാ മതി. തന്ന ഉരുപ്പടി ഇങ്ങനെ തരാം. ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ കൊണ്ട് പണിയിച്ചോളാം. അവനും പണിയുന്നില്ല. ഹൈ, അത് താനല്ലോ തീർച്ചയാക്കാൻ. അവൻ പറഞ്ഞല്ലോ പണിതരാന്ന്. എന്നവൻ പറഞ്ഞോ? ഹൈ, അതല്ലേ തന്നോട് പറഞ്ഞു എന്ന്. അവൻ പണിയാണ് പണിയെത്ര എത്ര ആളാണ് ചുറ്റ. എന്നെ തോപ്പിച്ചിട്ടോ? പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. അയോധ്യയുടെ വിഗ്രഹം പണിയാന്ന് പറയണ നീയെ? ഒലത്ത് വല്ല ഉരുളിയ കിണ്ടി ഉണ്ടാക്കാം. വിഗ്രഹം ഒന്നും പണിയാനായിട്ടില്ല നീയെ. അത് തോന്നല. വേണം കാണിച്ചുതരാം. നിങ്ങൾ ഉണ്ടാക്കണേലും അഴകലും ഐശ്വര്യത്തിലും ഞാൻ ഉണ്ടാക്കാം. നേരെ പണി നടന്ന കാര്യം വിട്ടും അവനും കൂടെ കൂടിക്കോട്ടെടാ. എന്താ നിങ്ങളെ പാവം?